സമയത്തിൻ്റെ വില. കുഞ്ഞിമണിക്കാട്ടിലെ നല്ല കൂട്ടുകാരാണ് കിട്ടുണ്ണിക്കരടിയും കൂമൻ മൂങ്ങയും ചോട്ടുമുയലും മീനുമാനും. അവർ മറ്റു മൃഗങ്ങളോടൊപ്പം കാട്ടിൽ സുഖമായി താമസിക്കുകയായിരുന്നു. ഒരു ദിവസം 4 പേരും കൂടെ അടുത്തുള്ള മിന്നാരം കാട്ടിലേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചു. അവർ എപ്പോഴും ഒരുമിച്ചാണ് യാത്ര പോകാറ്. കൃത്യസമയത്തു തന്നെ കിട്ടുണ്ണിക്കരടിയും കൂമൻ മൂങ്ങയും മുത്തശ്ശിമാവിന്റെ അരികിലെത്തി. എല്ലാവരോടും രാവിലെ 7 മണിക്ക് മുത്തശ്ശിമാവിന്റെ കീഴിൽ വരാനാണ് പറഞ്ഞിരുന്നത്. മൂങ്ങയും കരടിയും മാനിനും മുയലിനും വേണ്ടി കാത്തിരിപ്പ് തുടങ്ങി. കാത്തിരുന്ന് 2 പേർക്കും മടുത്തു. മൂങ്ങ ദേഷ്യത്തോടെ പറഞ്ഞു, കരടിച്ചേട്ടാ, എത്ര നേരമായി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് നിന്ന് കാൽ കഴച്ചു തുടങ്ങി. അവരോട് ഇന്നലെ കണ്ടപ്പോൾ കൂടെ പറഞ്ഞതല്ലേ കൃത്യം 7 മണിക്ക് ഇവിടെ എത്തണമെന്ന്. ശരി തന്നെയാ, എനിക്കും മടുത്തു തുടങ്ങി. ഇവർ 2 പേരും എന്താ ഇങ്ങനെ? എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലും വൈകിയേ വരൂ. 7 മണിക്ക് പുറപ്പെട്ടിരുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് മിന്നാരം കാട്ടിൽ എത്താമായിരുന്നു. ശോ, എനിക്ക് വയ്യ. കുറേ സമയം കഴിഞ്ഞു. അപ്പോൾ മാനും മുയലും പാട്ടും പാടി വരുന്നത് അവർ കണ്ടു. ഇതുകണ്ട് കരടിക്കും മൂങ്ങയ്ക്കും ദേഷ്യം വന്നു. കരടിച്ചേട്ടൻ ദേഷ്യത്തോടെ പറഞ്ഞു, സമയം നോക്ക്, 10 മണിയായി. നിങ്ങളോട് കൃത്യം 7 മണിക്ക് തന്നെ വരണമെന്ന് പറഞ്ഞതല്ലേ? ഇനിയിപ്പോൾ പുറപ്പെട്ട അവിടെ എപ്പോൾ എത്താനാണ്? ശരി തന്നെയാ, ഇത്ര വൈകി ഇറങ്ങിയാൽ ചൂട് മൊത്തം കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ വാടിക്കരിഞ്ഞുണങ്ങും തീർച്ച. രാവിലെ നേരത്തെ പുറപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വെയിലൊന്നും കൊള്ളേണ്ടി വരില്ലായിരുന്നു. ഇത് കേട്ട മാൻ പറഞ്ഞു, എന്റെ ചേട്ടാ, ഒന്ന് ക്ഷമിക്ക്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഭീമൻ ആനയെ കണ്ടു. സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല, അതുകൊണ്ടല്ലേ. എന്നാലും ഒരു സമയം പറഞ്ഞാൽ അത് പാലിക്കണ്ടേ? എപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണ്. എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിലും വൈകിയേ എത്താറുള്ളൂ. ആ, എന്തായാലും പോട്ടെ, വാ നമുക്ക് പുറപ്പെടാം. ഇനിയും സമയം കളയണ്ടല്ലോ. ഇത്രയും പറഞ്ഞ് 4 പേരും കൂടെ യാത്രയായി. തിരിച്ചു വരുന്ന വഴി മൂങ്ങ കരടിച്ചേട്ടനോട് സ്വകാര്യമായി പറഞ്ഞു, ഈ 2നെയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. സമയത്തിന്റെ വില ഇവരെ പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. കരടിച്ചേട്ടനും ഇതിനോട് യോജിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്ന് കരടിച്ചേട്ടന്റെ പിറന്നാളാണ്. കരടിച്ചേട്ടൻ എല്ലാവരെയും തന്റെ പിറന്നാൾ പാർട്ടിക്ക് ക്ഷണിച്ചു. അതെ, ഇന്ന് എല്ലാവരും വൈകിട്ട് 7 മണിക്ക് എൻ്റെ വീട്ടിലെത്തണം. വിഭവസമൃദ്ധമായ സദ്യ എല്ലാവർക്കും ഞാൻ ഒരുക്കുന്നുണ്ട്. മാനും മുയലും നല്ല ഭക്ഷണപ്രിയരാണ്. പിറന്നാൾ പാർട്ടിയുടെ കാര്യം കേട്ടതും മാൻ മുയലിനോട് പറഞ്ഞു, ആഹാ, വൈകിട്ട് സദ്യ ഉണ്ടല്ലോ, അത് നന്നായി ആസ്വദിക്കണം. അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ മുതൽ വേറെ ഒന്നും കഴിക്കുന്നില്ല. ആ, അത് ശരിയാ, ഞാനും നാളെ രാവിലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല. അവിടെ ചെന്ന് നമുക്ക് 2 പേർക്കും മൂക്കുമുട്ട തിന്നാം. പക്ഷേ 2 പേർക്കും സമയത്തിന് ഒരു സ്ഥലത്തെത്തുന്ന ശീലമില്ലല്ലോ. വഴിയിൽ കണ്ട എല്ലാവരോടും സംസാരിച്ച് കളിച്ച് ചിരിച്ച് കരടിച്ചേട്ടന്റെ ഗുഹയിലെത്തിയപ്പോൾ സമയം 10 കഴിഞ്ഞു. അവരെ കണ്ട് കരടിച്ചേട്ടൻ ചോദിച്ചു, അയ്യോ, നിങ്ങളെന്താ ഇത്ര വൈകിയത്? പാർട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയല്ലോ. നിങ്ങൾ ഇത്ര വൈകിയപ്പോൾ ഞാൻ കരുതി നിങ്ങൾ ഇനി വരില്ലെന്ന്. അതുകൊണ്ട് ബാക്കിയുള്ള ഭക്ഷണവും ഞാൻ എല്ലാവർക്കും വീടുകളിലേക്ക് കൊടുത്തുവിട്ടു. ശരിയാ, ഞാനും ഇറങ്ങാൻ പോവുകയായിരുന്നു. എന്ത് ഗംഭീര സദ്യയായിരുന്നെന്നറിയാമോ? ആഹാ, ഓരോന്നിന്റെ രുചി നാവിൽ നിന്നും പോകുന്നേയില്ല. ഇതു കേട്ട് മുയലന്മാനും മുഖത്തോട് മുഖം നോക്കി. വിശപ്പ് കൊണ്ട് വയറ്റിൽ നിന്നും ശബ്ദം കേൾക്കാം. എന്തു ചെയ്യാൻ? ഈ രാത്രി എവിടെ നിന്നും ഭക്ഷണം കിട്ടാനാണ്? 2 പേരും വേറെ വഴിയില്ലാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. സമയത്തിന്റെ വില അവർക്ക് ശരിക്കും മനസ്സിലായി. കൂട്ടുകാരെ,
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒന്നാണ് സമയം. അത് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും അതാത് സമയത്ത് ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.